നിങ്ങൾ എന്തെല്ലാം ഫേക്ക് പരിപാടികൾ കാണിക്കുന്നത്? വീട്ടിലെ പട്ടി ഗർഭിണിയായ അമ്മ ഗർഭിണിയായ എന്ന് പറഞ്ഞ് തമ്പലയിൽ വെക്കുന്ന ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. വീട്ടിലെ പൂച്ച പറ്റി കഴിഞ്ഞാൽ അമ്മ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തമ്പലയിൽ വെക്കുന്ന വ്ളോഗേഴ്സ് ഉണ്ട്. എന്നാൽ ആ പരിപാടി ഒന്നും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങൾ ആരും കാണിക്കാറില്ല. അങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ ഈ പറയുന്ന റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അതല്ല സത്യം. അതിനെയൊക്കെ വിമർശിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും മോശക്കാരും, സ്വന്തമായിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾ. അല്ല, ഇപ്പൊ എല്ലാരും പറയണെന്ന് വെച്ചാൽ ഇപ്പൊ സീക്രട്ട് ഏജന്റ് എന്ന ആൾ സ്വന്തം കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളല്ല, മറ്റവന്റെ അടിച്ചു മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്പോർട് റീൽസ് മീഡിയ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിച്ചേട്ടൻ്റെതായിട്ടുള്ള കുറച്ചധികം വീഡിയോസ് ഇന്ന് അപ്ലോഡ് ആയിട്ടുണ്ട്. സോ ഞാൻ ആ വീഡിയോസ് എല്ലാം ഇരുന്ന് കണ്ടു. അതിനകത്ത് നമ്മുടെ ലക്ഷ്മി നക്ഷത്രത്തെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ സീക്രട്ട് ഏജന്റ് സായിച്ചേട്ടൻ പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ അടുത്തിടെ ഇവർ തമ്മിൽ ചെറിയൊരു ക്ലാഷിലേക്ക് എത്തിയിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, രേണുസുതി എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ താരം അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് പൊതുസമൂഹത്തിനോട് വെളിപ്പെടുത്തിയതിന് തൊട്ട് പിന്നാലെ സായിച്ചേട്ടന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനം ഉണ്ടായി. രേണുവിനെ ടോപ്പിക്കാക്കി താൻ ചെയ്ത വീഡിയോയിൽ നിന്ന് തനിക്ക് കിട്ടിയ വരുമാനത്തിന്റെ ഒരു വിഹിതം രേണുവിന്റെ ചികിത്സയ്ക്കും മറ്റുമായിട്ട് അവർക്ക് കൈമാറുമെന്നായിരുന്നു അന്ന് സായിച്ചേട്ടൻ പറഞ്ഞത്. അതേപോലെ തന്നെ രേണുവിനെ അദ്ദേഹം ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന് തൊട്ട് പിന്നാലെ ലക്ഷ്മി നക്ഷത്ര ഓൺലൈൻ മാധ്യമങ്ങളോട് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. അതായത് സായിച്ചേട്ടനെ പരിഹസിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനുള്ള മറുപടി അന്ന് തന്നെ സായിച്ചേട്ടൻ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആദ്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിനോട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും അന്ന് ലക്ഷ്മി നക്ഷത്ര സായിച്ചേട്ടനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഇപ്പൊ ചിലര് വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോ അത് കണ്ടപ്പോ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ച് തന്നെ ചെയ്യണം എന്ന്. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെ. പക്ഷെ ഇതിനകത്ത് ലക്ഷ്മി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. സീക്രട്ട് ഏജന്റ് സായിച്ചേട്ടൻ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞു. അതേപോലെ അദ്ദേഹം ആ ഒരു എമൗണ്ട് കൈമാറിയ ശേഷം ഒരു ഇന്റർവ്യൂ കൊടുത്തു. പക്ഷെ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് രേണുസുതി മാത്രമല്ല കണ്ടന്റ് ആയിട്ട് വന്നത്, മറ്റു പല ടോപ്പിക്കുകളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു ചെയ്തത്. 1 മില്യൺ അടിച്ച വീഡിയോയ്ക്ക് റിപ്പീറ്റ് വേറൊരു പോസ്റ്റർ സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് വീണ്ടും ആ ഒരു വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള പല തന്ത്രങ്ങളും നിങ്ങൾ മെനഞ്ഞു. അതുകൂടാതെ സാഡ് BGMകൾ കുത്തിക്കയറ്റി രേണുസുതി എന്ന് പറയുന്ന വിധവയുടെ നിസ്സഹായ അവസ്ഥ നിങ്ങൾ ശരിക്കും ചൂഷണം ചെയ്തു. അവരുടെ കണ്ണീരിലേക്ക് നിങ്ങൾ ക്യാമറ ഫോക്കസ് ചെയ്തു. അതേപോലെ തന്നെ കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ മാലയിട്ടിരിക്കുന്ന ചിത്രത്തിലേക്ക് രേണുസുധിയുടെ കണ്ണീരിന്റെ ക്ലോസപ്പ് കൂടി കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ സൂം ചെയ്തു. അങ്ങനെയല്ലായിരുന്നു നിങ്ങൾ അന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഏതായാലും 1 മില്യൺ പോയ ഒരു വീഡിയോയ്ക്ക് എത്രത്തോളം റവന്യൂ കിട്ടുമെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. കാരണം മറ്റൊന്നുമല്ല, ഞാൻ യൂട്യൂബിൽ അത്യാവശ്യം വീഡിയോസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം റീച്ചുള്ള കുറച്ചധികം യൂട്യൂബേഴ്സിനോട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു. അന്നേരം 1 മില്യനൊക്കെ ഉള്ള വ്യൂസ് ഉള്ള ഒരു വീഡിയോ, അത് അതിന്റെ വ്യൂവർഷിപ്പ്, അതായത് എൻഗേജ്മെന്റ് ഒക്കെ അനുസരിച്ച് നല്ല രീതിക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഏകദേശം 45 മിനിറ്റുള്ള വീഡിയോസ് ഒക്കെയാണ് നിങ്ങൾ അന്ന് അപ്ലോഡ് ചെയ്തത്. അതിലൂടെ നിങ്ങൾ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു തുക നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതിനെ കണക്കൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ല. സായിച്ചേട്ടനും എന്തായാലും പറഞ്ഞിട്ടില്ല. അത് കൊടുത്തെങ്കിൽ നിങ്ങളുടെ നല്ല മനസ്സ്. പക്ഷെ നിങ്ങൾ അവിടെ നല്ല രീതിക്ക് മുതലെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മറക്കരുത്. രേണുസുതി എന്ന് പറയുന്ന വിധവയുടെ കണ്ണീരിലേക്കാണ് നിങ്ങളുടെ ക്യാമറ ഫോക്കസ് ചെയ്തത്. ഞാനും അവരെ കണ്ടന്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളാരും അവരുടെ കണ്ണീരിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്തിട്ട് സാഡ് BGM കുത്തിക്കയറ്റിയല്ല വീഡിയോ ചെയ്തിരുന്നത്. അതൊന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും സായിച്ചേട്ടൻ കൊടുത്ത ആ ബൈറ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താ ലക്ഷ്മി നക്ഷത്രനെ രേണുസുതി വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്താ കാണിക്കാത്ത? എന്താ വരാൻ പറയാത്ത? എന്താ മുമ്പത്തേര് പോവാത്ത? കഥകൾ കുറേ ഉണ്ട്, പറയാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ പറയും. പിന്നെ അത് മറ്റേ വേറെ കണക്കുകളിലേക്ക് പോകും. വേണ്ട, അതൊന്നോട്ടെ. ആ സമയങ്ങളിൽ സുചേട്ടൻ ഇല്ലാണ്ട് വന്ന സമയങ്ങളിലൊക്കെ ലക്ഷ്മി ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ചിലപ്പം അവർ സഹായിച്ചിട്ടുണ്ടാവാം എന്ന് തോന്നുന്നുണ്ട്. അപ്പം ആ സമയത്ത് സഹായിച്ച കൂടെ വന്ന ഒരാളല്ലേ ലക്ഷ്മി. അപ്പം
ഞാനൊരു കാര്യം പറയാം, കൂടെ നിന്ന് സഹായിക്കുന്നത് മുതലെടുപ്പും രണ്ടും വേറെയാണ്. ഞാൻ ഒരു മുതലെടുത്തതാണ് സായി പറഞ്ഞത്. പിന്നെ മുതലെടുപ്പില്ലാതെ എന്താ, ഒരാളെ കണ്ണീര് വിറ്റിട്ട് ഓക്കെ അത് വീഡിയോ ആക്കി, ഞാനും അങ്ങനെ തന്നെ ചെയ്തു, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ എവിടെയും എൻ്റെ വീഡിയോ മില്യൻ അടിച്ചതിന് റീപോസ്റ്റും പോസ്റ്ററും ഷെയറും ചെയ്തിട്ടില്ല. രേണുസുതിക്ക് സ്പ്രേ കൊണ്ടുപോയി കൊടുക്കുന്ന വീഡിയോ മില്യൻ അടിച്ചപ്പോൾ അതിൻ്റെ മില്യൺ പോസ്റ്റർ ഇറക്കി, അത് ട്രെൻഡിങ്ങിലാന്ന് പറഞ്ഞിട്ട് അത് റീമെൻഷൻ ചെയ്ത് പോസ്റ്റ് ചെയ്ത ആളാണ്. ഏത് സഹായിക്കാൻ പോയി ഒരാളെ സിറ്റുവേഷനിൽ. അങ്ങനെയുണ്ട്, അങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ 5-6 വീഡിയോ ചെയ്തിട്ട് അതിന് 10 മില്യൻ്റെ മുകളിൽ വ്യൂവർഷിപ്പ് ഉണ്ട്. 10 മില്യൻ്റെ മുകളിൽ യൂട്യൂബിൽ 45 മിനിറ്റ് വീഡിയോൻ്റെ RPM ആവറേജ് വ്യൂ ഡ്യൂറേഷനും എടുത്ത് നോക്കിയാൽ തന്നെ അതിന് എത്ര രൂപ കിട്ടി എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഈ സാധനം ഞങ്ങൾ ബാക്കി റിയാക്ഷൻ ചാനൽ എല്ലാവരും കൂടി ചെയ്ത വീഡിയോയ്ക്ക് അത്ര റീച്ചില്ല. ആ കിട്ടിയതിന് എത്ര കൊടുത്തു എത്ര വാങ്ങി നിന്നും ആരും ചോദിച്ചിട്ടില്ലല്ലോ. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ പറയുന്ന ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ 1 മില്യനോ 2 മില്യനോ 10 മില്യനോ അടിക്കാറില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 80K 100K അത്രയൊക്കെ പോകാൻ ചാൻസ് ഉള്ളൂ. എനിക്ക് തന്നെ ഏകദേശം 1.5 ലക്ഷം വ്യൂസ് പോയ ഒരു വീഡിയോ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 40,000 50,000 10,000 2,000 3,000 5,000 9,000 നമ്മുടെ ലക്ക് പോലെയൊക്കെയാണ് ഓടുന്നത്. അതിനൊന്നും ഈ പറയുന്ന ലക്ഷങ്ങൾ വരുമാനമൊന്നും കിട്ടത്തില്ല. വല്ലോ നക്കാപ്പിച്ച കിട്ടിയാൽ കിട്ടി. നക്കാപ്പിച്ചെന്ന് പറഞ്ഞത് തമാശയൊന്നുമല്ല കേട്ടോ. എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എനിക്കൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയത് ആകപ്പാട് ഒരു തവണയാണ്. ഇത്തവണ ചിലപ്പോൾ കിട്ടിയേക്കാം, അത് മാത്രമേ ഒരു പ്രതീക്ഷയുള്ളൂ. ഈ മാസം ചിലപ്പം കിട്ടും, കിട്ടിയെങ്കിൽ ലക്ക്, ഇല്ലെങ്കിൽ പോയി. നമ്മളത് കിട്ടുന്നിടം വരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും എല്ലാവരും. പക്ഷേ ഈ പറഞ്ഞ ലക്ഷ്മിക്കൊന്നും അങ്ങനെയല്ലായിരുന്നു. 1 മില്യനും 2 മില്യനും ഒക്കെ ഇവർക്കൊക്കെ അടിക്കും. അന്നേരത്തേക്ക് അതിൽ നിന്ന് ഇവർക്ക് ലക്ഷങ്ങളാണ് വരുമാനം. അതിൽ നിന്നൊരു വിഹിതമാണ് ഇവരെടുത്ത് കൊടുക്കുന്നത്. സോ അതിനകത്ത് ഈ സാഡി ബീജിയമും മറ്റു കാര്യങ്ങളെല്ലാം കുത്തിക്കയറ്റി ഇവർ വീഡിയോ ചെയ്യുന്നതിനാണ് ഞങ്ങളെല്ലാവരും വിമർശിക്കുന്നത്. എന്തായാലും ബാക്കിയും കൂടി നമുക്ക് കണ്ടുപോകാം. ആരും ചോദിച്ചിട്ടില്ലല്ലോ, കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല. ക്രിട്ടിസൈസ് ചെയ്തത് എന്തിനാ? ഓവർ BGM. പിന്നെ ഈ സിനിമയൊക്കെ എടുക്കുന്ന പോലെ ഒരാളെ കണ്ണീരിങ്ങനെ ഒപ്പിയെടുക്കുന്ന പരിപാടി, ഇത്രയും സാധനങ്ങൾ കാണിച്ചപ്പോൾ അതിൽ അരോചകം തോന്നി. അത് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ട് രണ്ടാമത്തെ വീഡിയോ ഇട്ട സമയത്ത് ഈ BGM കുറച്ച് കളഞ്ഞത്? ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്, അതിനകത്ത് BGM ഇല്ല. ക്രിറ്റിസിസം വന്നു, BGM കുറച്ചു. അങ്ങനത്തെ പരിപാടികൾ ഞാനൊരിക്കലും എൻ്റെ വീട്ടിലെ പട്ടി പ്രസവിച്ചപ്പോൾ വേറൊരാൾ പ്രസവിച്ചു എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടിട്ടില്ല. അങ്ങനെയൊക്കെ തമ്മിലിട്ട ആൾക്കാരാണല്ലോ ഈ ലക്ഷ്മി നക്ഷത്ര. ഞാൻ അതിനും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും തമ്മിലിടാത്ത മനുഷ്യനാണ്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരു രേണുസുധീൻ്റെ കേസ് മാത്രമൊന്നുമില്ല, ലക്ഷ്മി നക്ഷത്രം ഈ അടുത്തിട്ട് എല്ലാ വീഡിയോസും നിങ്ങൾ നോക്കി പോകണം. അതാണ് സത്യം. എല്ലായിടത്തും ചെല്ലുന്നു, ഇതേപോലെ വയ്യാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഉള്ള ആൾക്കാരെ കാണിക്കുന്നു, പുറം ലോകത്തിനെ വരെ സഹായിക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുന്നു. ഇതന്നെയല്ല ഇപ്പോൾ മറ്റേ ഇവരൊക്കെ ചെയ്യുന്നത്, ഇവിടുത്തെ ചാരിറ്റി മറ്റേ നന്മവരങ്ങളും ചെയ്യുന്നത്. സോ ഇതാണ് പറയുന്നത്. അതായത് നിങ്ങൾ വീഡിയോസ് ചെയ്തോ, അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്തെല്ലാം ഫേക്ക് പരിപാടികൾ കാണിക്കുന്നത്. വീട്ടിലെ പട്ടി ഗർഭിണിയായ അമ്മ ഗർഭിണിയായ എന്ന് പറഞ്ഞ് തമ്പലയിൽ വെക്കുന്ന ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. വീട്ടിലെ പൂച്ച പറ്റി കഴിഞ്ഞാൽ അമ്മ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തമ്പലയിൽ വെക്കുന്ന വ്ളോഗേഴ്സ് ഉണ്ട്. എന്നാലും ആ പരിപാടി ഒന്നും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ ആരും കാണിക്കാറില്ല. അങ്ങനെയൊക്കെയാണ് നിങ്ങളൊക്കെ ഈ പറയുന്ന റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അതല്ല സത്യം. അതിനെയൊക്കെ വിമർശിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും മോശക്കാർ, സ്വന്തമായിട്ടൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആളുകൾ. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളുടെയൊക്കെ ഈ ഒരു വീഡിയോക്കകത്ത് 10 മിനിറ്റോ 12 മിനിറ്റോ ആയിരിക്കും നിങ്ങളുടെ ഒരു വീഡിയോ യൂസ് ചെയ്യുന്നത്. മേ ബി എൻ്റെ ഒരു വീഡിയോക്ക് തന്നെ മാക്സിമം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് നിങ്ങളുടെ ഏതെങ്കിലും ഒരു വീഡിയോസ് യൂസ് ചെയ്യും. ബാക്കി സംസാരിക്കുന്നത് ഞാനാണ്. അല്ലാതെ നിങ്ങളുടെ വീഡിയോക്കകത്തുനിന്ന് നിങ്ങൾ ഇറങ്ങി വന്നു വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇരുന്നുകൊണ്ട് പറയുകയല്ല. നിങ്ങളുടെ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒപ്പീനിയനാണ് ഞാനിവിടെ പറയുന്നത്, അല്ലെങ്കിൽ സായിച്ചേട്ടൻ പറയുന്നത്, അല്ലെങ്കിൽ അതുല് പറയുന്നത്, അല്ലെങ്കിൽ ബിബി പറയുന്നത്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ആളുകളും ഞങ്ങളുടെ ഒപ്പീനിയൻ, ഞങ്ങളുടെ ചിന്താഗതിയിൽ വരുന്ന കാര്യങ്ങളാണ് പബ്ലിക്കിനോട് പറയുന്നത്. അതിന് കുറച്ച് മൂള വേണം. അല്ലാതെ ഈ അമ്മ പെറ്റു എന്ന് പറഞ്ഞുകൊണ്ട് പട്ടി പെറ്റുമ്പോൾ തമ്പലയും വെക്കുക, അമ്മ ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് പൂച്ച ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തമ്പലയും വെക്കുക, അങ്ങനെ കാണിക്കുന്ന ഉടായ്പകളോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. എന്തായാലും ബാക്കിയും കൂടി നമുക്ക് കാണാം. രണ്ടും അങ്ങോട്ടും കൊണ്ടും പറയാം. വിശദീകരിക്കുക അതിനെപ്പറ്റി എന്താണെന്നുള്ളത്. എന്ത് പാവപ്പെട്ട ആൾക്കാർ, വീൽ ചെയറിലിരിക്കുന്നത് വയ്യാതായ ആൾക്കാർ, അല്ലെങ്കിൽ ഇതേപോലെ പ്രശ്നത്തിലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് ഒരു സെറ്റ് വണ്ടിയും കൊണ്ടുപോയി ക്യാമറയും വെച്ച് ലൈറ്റും അടിച്ച് അതിൽ BGM ഇട്ട് മറ്റേ അവർ കരയുമ്പോൾ സൂമിൻ, കരയാത്തപ്പോൾ സൂം ഔട്ട്. ഇപ്പോൾ രേണുസുധീൻ്റെ വീട്ടിൽ ചെന്ന് എന്താ കാണിച്ചത്? ഞാനൊരിക്കലും രേണുസുധീനെ സഹായിച്ചതിന് ലക്ഷ്മി നക്ഷത്രനെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. സഹായിച്ചോ എന്നാ പറഞ്ഞിട്ടുള്ളൂ.
സഹായിക്കുന്നത് എങ്ങനെ സഹായിക്കണം? അതാണ് ചോദ്യം. സഹായിക്കുന്നത് സഹായിച്ചോ, പക്ഷേ ഇതെന്ത് സഹായമാണ്? അവരുടെ നിസ്സഹായാവസ്ഥ പുറം ലോകത്തിനെ സൂമിൻ ചെയ്ത് കാണിച്ചോ മര്യാദയ്ക്ക് കാണിച്ചൂടെ? സാഡ് BGM, മറ്റേ രേണുസുതി ഇവിടെ ഇരിക്കുന്നു, ബാക്കിൽ സുതി ഫോട്ടോയിൽ മറ്റേ മാലക്കെട്ട് സുധീൻ്റെ ഫോട്ടോ, എന്നിട്ട് ഇങ്ങനെ സൂമിൻ സൂം ഔട്ട്. ഇതെന്താ? ഇത് മറ്റേതാണ് ചാരിറ്റി. എന്തായാലും നമ്മുടെ ഇങ്ങനെയുള്ള ചാരിറ്റികൾക്ക് ഇടാൻ പറ്റിയ പേര് തന്നെയാണ് സായി ചേട്ടൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. പിന്നെ ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, ആ ടോപ്പിക്കിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ടൈം ഒത്തിരിയായി, ഏകദേശം ഇപ്പം 12:30 രാത്രി. ഞാൻ വേറൊരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയ ടൈമാണ്, ഞാൻ വീട്ടിലില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് ഇതൊന്ന് ചെയ്യാമെന്ന് കരുതി രാത്രി ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. നാളെ എന്നാലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനകത്ത് വേറെ ആക്ടിവിറ്റി ഒന്നും കാണില്ല. സോ കിട്ടിയ ടൈം കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ ഒന്ന് രേഖപ്പെടുത്താണ്ട് മറക്കരുത്. അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ആരും സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാത്തവരാണ് എന്ന് പറയുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെല്ലാവരും സ്വന്തമായിട്ട് കണ്ടന്റുകൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓൺ കണ്ടന്റ് ഞങ്ങൾ എടുത്തുകൊണ്ട് ഞങ്ങളുടെ ചാനലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം യൂട്യൂബ് കോപ്പിറൈറ്റ് അടിച്ച് അതങ്ങ് റിമൂവ് ചെയ്ത് കളയും. റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അടിച്ച് തന്ന് ഞങ്ങളുടെ ചാനൽ അങ്ങ് എടുത്ത് കളയും. ഇതിനകത്ത് വന്ന് ഞങ്ങളിങ്ങനെ വായിട്ട് അലക്കണമെങ്കിൽ അതിനൊരു കഴിവ് വേണം. ആ കഴിവുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത്. എന്നെക്കാളും നല്ല കഴിവുള്ളതുകൊണ്ടാണ് അതിനും വിവിയും ഈ പറയുന്ന സീക്രട്ട് ഏജന്റും ഒക്കെ നല്ല രീതിക്ക് ഏണിങ്സ് ഉണ്ടാക്കുന്നത്. അവരുടെ അത്രയും കഴിവില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ. സോ ഗൈസ്, ബൈ. ശരി എന്നാ.